മാങ്ങാട്ടിടം മിരുവമ്പായി ഹെൽത്ത് സെന്ററിന് സമീപം വീടിന് നേരെ ബോംബേർ. CK സുഹറയുടെ വീടിന് നേരെയാണ് ബോംബേർ ഉണ്ടായത്. വീടിന്റെ ജനലിൽ തട്ടിയെങ്കിലും ബോംബ് പൊട്ടിയില്ല. പൊട്ടാത്ത ഒരു സ്റ്റീൽ ബോംബ് വീടിന്റെ മുറ്റത്ത് നിന്ന് കണ്ടെത്തി. കൂത്തുപറമ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 സംഭവം. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണരുകയും അയൽക്കാരെ വിവരമറിയിക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. വീടിന്റെ ജനൽച്ചില്ലിൽ തട്ടിയെങ്കിലും ബോംബ് പൊട്ടിയില്ല. പൊട്ടാത്ത ഒരു സ്റ്റീൽ ബോംബ് വീടിന്റെ മുറ്റത്ത് കണ്ടെത്തി. ജനൽച്ചില്ലുകൾ തകർന്ന നിലയിലാണ്. ഇരുചക്ര വാഹനത്തിലെത്തിയവർ ബോംബെറിയുന്നതിന്റെ ദൃശ്യങ്ങൾ തൊട്ടടുത്ത വീട്ടിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെന്നും അക്രമത്തിന്റെ കാരണം വ്യക്തമല്ലെന്നും ബന്ധുവും അയൽവാസിയുമായ അബ്ദുൾ റഹീം പറഞ്ഞു. രാത്രി 1:30 മണിക്കാണ് കോൾ വരുന്നത്. പുലർച്ചെ 1:30 മണിക്കാണ് കോൾ വരുന്നത്. ഇങ്ങനെ ജനലിനാരോ എറിഞ്ഞിട്ടുണ്ട്, ഗ്ലാസ് പൊളിഞ്ഞിട്ട് തലയിൽ തട്ടിയെന്ന് പറഞ്ഞു. സ്റ്റീൽ ബോംബ് കിടക്കുന്നുണ്ട്. ഉടനെ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ടു. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് വന്നു. അവർ അതിൻ്റെതായ നടപടികളിലേക്ക് ഇറങ്ങി. അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ 2 ജനലിൻ്റെ ജില്ല പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇല്ല, പരിക്കില്ല, ഗ്ലാസ് വീണിട്ടുള്ള ഒരു ഇതേ ഉള്ളൂ. ഇവിടെ ഭാര്യയും പിന്നെ ലത്തീഫ എന്ന് പറയുന്നവരുടെ ഭാര്യയും 2 മക്കളുമാണ്. അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കുടുംബമാണ്. ഒരു രാഷ്ട്രീയ വൈരാഗ്യമോ അല്ലെങ്കിൽ ഒരു വ്യക്തി വൈരാഗ്യമോ ഒന്നുമില്ലാത്ത. അങ്ങനെയാണ് നമ്മൾ CC ക്യാമറ ചെക്ക് ചെയ്തത്. CC ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ ഒരു 2 വീലറിൽ 2 ആൾക്കാർ വരുന്നു. വണ്ടി ഇവിടുന്ന് ഒരു 100 മീറ്റർ ട്രാൻസ്ഫോറിൻ്റെ അടുത്ത് നിർത്തുന്നു. ഒരാൾ ഇറങ്ങി വരുന്നു എറിയുന്നത്. അങ്ങനെ അതും പോലീസിന് ഒരാൾ വണ്ടിയിൽ തന്നെ ഓഫ് ചെയ്യാതെ വണ്ടിയിലിരുന്നു. അങ്ങനെ ഇയാൾ എറിഞ്ഞ ഉടനെ തന്നെ തിരിച്ചുപോയി. വണ്ടി തിരിക്കുന്നതൊക്കെ ലൈറ്റിൻ്റെ ഇതിൽ വെളിച്ചത്തിൽ. കൂത്തുപറമ്പ് പോലീസും കണ്ണൂരിൽ നിന്നുള്ള ബോംബ് സ്ക്വാഡും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.